വഖഫ് നിയമ ഭേദഗതിയിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയത്തിനായി കൊണ്ടുവന്ന മാറ്റങ്ങൾ നിർവീര്യമാക്കാനാണ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ചാനൽ പരിപാടിയിലായിരുന്നു നരേന്ദ്രമോദിയുടെ വിശദീകരണം. അതിനിടെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ NDA ഘടക കക്ഷി NPP സുപ്രീം കോടതിയെ സമീപിക്കും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, ഈ വഖഫ് നിയമ ഭേദഗതി എന്തിനു കൊണ്ടുവന്നു എന്നതിനൊരു വിശദീകരണമാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നൽകിയത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ ഒരു പ്രധാന ഭാഗം കോൺഗ്രസിനെതിരെ തിരിച്ചുവച്ചിരിക്കുകയാണല്ലോ. എന്താണ് അദ്ദേഹം വിശദീകരിച്ചത്? അതോടൊപ്പം ഏത് സാഹചര്യത്തിലാണ് NDAയുടെ ഘടകകക്ഷി NPP സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇടയായത്? ഗോപികൃഷ്ണൻ, ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് ആ നിയമത്തെ, നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തെ ന്യായീകരിച്ചുകൊണ്ടും 2013 UPA സർക്കാർ വരുത്തിയ മാറ്റങ്ങളെ വിമർശിച്ചുകൊണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരണം നടത്തിയിരിക്കുന്നത്. 2013 UPA സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ പ്രീണന രാഷ്ട്രീയത്തിനായി കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. അത് നിർവീര്യമാക്കാനായാണ് വഖഫ് നിയമത്തിൽ ഭേദഗതികൾ കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ വരുത്തേണ്ടി വന്നത്. മതമൗലികവാദികളുടെയും ഭൂമി കയ്യേറ്റക്കാരുടെയും താല്പര്യം സംരക്ഷിക്കാനാണ് കോൺഗ്രസ് മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്നും മോദി വിമർശിക്കുന്നുണ്ട്. പ്രതിപക്ഷം വിവാദമുണ്ടാക്കുന്നത് പ്രീണനത്തിനാണ്. ഈ 2013 മാറ്റങ്ങൾ ഭൂമാഫിയയുടെ താല്പര്യങ്ങളെ ഭരണഘടനയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുകയും ഇരകൾക്ക് നീതി ലഭിക്കുവാനുള്ള വഴികൾ അടയ്ക്കുകയും ചെയ്തു എന്നാണ് പ്രധാനമന്ത്രി ഇതിൽ കോൺഗ്രസിനെ പഴിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രതികരണം എന്നത്. എന്തായാലും ആ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള പ്രതികരണമാണ്. മറ്റൊന്ന്, NDA വെട്ടിലാക്കിക്കൊണ്ടാണ് NPP ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും എന്നറിയിച്ചിരിക്കുന്നത്. NPPയുടെ MLA ആയിട്ടുള്ള നൂറുൽ ഹസനാണ് ഈ നിയമത്തിനെതിരെ സമീപിക്കാൻ ഇപ്പോൾ ഒരുങ്ങുന്നത്. മണിപ്പൂരിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട ചില പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് NPP വേറിട്ടൊരു നിലപാട് ഈ NDA ഘടകകക്ഷിയായിരുന്നിട്ട് കൂടി സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ JDU-നുള്ളിലും RLD-ക്കുള്ളിലും ഒക്കെ ചില എതിർപ്പുകൾ ഉയർന്നിരുന്നു. പലരുടെയും രാജിയിലേക്ക് വരെ നയിച്ച ഒന്നാണ് ഈ വഖഫ് ഭേദഗതി നിയമം. എന്തായാലും ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് NPPയും നിയമ പോരാട്ടത്തിനായി ഒരുങ്ങുന്നത്. ഗോപികൃഷ്ണൻ, അച്യുതൻ ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.